നമസ്കാരം. ഇന്നത്തേത് ഐക്കിയ ഹോൾ വീഡിയോ ആണ്. ഇതിനു മുന്നേ ഐക്കിയ പോയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. അന്ന് പോയപ്പോൾ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തായിരുന്നു. അന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ് ഈ വെച്ചിരിക്കുന്നത്. ഇത് കൂടാതെ വേറെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അതും കാണിച്ചു തരാം. വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു ഡിഷ് ഡ്രൈയിങ് മാറ്റ് ആണ്. ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചെറിയ സോസ് പാനോ അല്ലെങ്കിൽ പ്ലേറ്റോ ഗ്ലാസ്സോ ഒക്കെ കഴുകി വെക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ വേഗം അബ്സോർബ് ആയിക്കോളും. ഇതേപോലത്തെ 2 മാറ്റ് നേരത്തെ പോയ സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. അതുകൊണ്ടാണ് ഒരെണ്ണം കൂടി വാങ്ങിച്ചത്. ഇത്രയും വരും ഇതിൻ്റെ ഒരു വലിപ്പം. മെഷീൻ വാഷ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ആവശ്യം കഴിഞ്ഞ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാനും പറ്റും. പിന്നെ ഇതേപോലെ ഒരു ലൂപ്പ് ഉള്ളത് കൊണ്ട് ഹുക്കിലൊക്കെ ഹാങ് ചെയ്തിടാനും പറ്റും. അടുത്തതൊരു കുഷ്യനാണ്. ഈ ഒരു ഷേപ്പിലാണ് ഈ പ്രൊഡക്റ്റ്. ഇത് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇത് ചെയറിൽ അല്ലെങ്കിൽ സോഫയിലൊക്കെ ഒരു സപ്പോർട്ടായിട്ട് വെച്ച് യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് കുഷ്യൻ്റെ ഷേപ്പ്. ഇതിനൊരു കുഷ്യൻ കവറും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് കുഷ്യൻ കവറ്. കുഷ്യന് മാച്ചാവുന്ന രീതിയിലുള്ള കവറാണ് വാങ്ങിച്ചത്. പിന്നെ ഇവിടെ ഇങ്ങനെ സിബുണ്ട്. അപ്പം കുഷ്യന് കവറൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതേപോലത്തെ വേറെ ഒരെണ്ണം കൂടി വാങ്ങി. ഇതാണ്. ഇതും ചെയറിലൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ പ്ലാസ്റ്റിക് ചെയർ അല്ലെങ്കിൽ വുഡൻ ചെയറൊക്കെ ആണെങ്കിൽ ഇത് ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് വെച്ച് ഉപയോഗിക്കാം. ഇതിൻ്റെ മെറ്റീരിയലും വളരെ സോഫ്റ്റാണ്. പിന്നെ ഏത് സൈഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അകവും പുറവും അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതിന് ഇങ്ങനെ 2 ലൂപ്പുണ്ട്. അതുകൊണ്ട് ഇത് ഹാങ് ചെയ്തും വെക്കാൻ പറ്റും. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് സ്റ്റോറേജ് ബോക്സസ് ആണ്. 2 കളറിലെ 3 എണ്ണം വാങ്ങി. ഇത് മെയിനായിട്ട് തുണികളൊക്കെ മടക്കി വെക്കാൻ വേണ്ടിയാണ് വാങ്ങിച്ചത്. ഈ ഒരു ഷേപ്പിലാണ് ഇത് അറേഞ്ച് ചെയ്യുമ്പോൾ. ഇങ്ങനെയാണ്. ഇത് അത്യാവശ്യം സൈസൊക്കെ ഉണ്ട്. പിന്നെ വാർഡ്രോബിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇത് ഈസി ആയിട്ട് പുൾ ഔട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇങ്ങനെ 2 സൈഡിലും ഹാൻഡിൽസ് പോലെയുണ്ട്. അതിൽ പിടിച്ച് മാറ്റി വെക്കാനൊക്കെ പറ്റും. പിന്നെ ഇതിന് ലിഡൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് 3 സ്റ്റോറേജ് ബോക്സസിനും വേണ്ടി 3 സെപ്പറേറ്റ് ലിഡും വാങ്ങിച്ചു. ഇതാണ് ലിഡ്. സെയിം കളറിൽ കിട്ടിയില്ല. പിന്നെ അവിടെ കണ്ടതിൽ വെച്ച് കുറച്ച് മാച്ചായ രീതിയിലുള്ളതാണ് വാങ്ങിച്ചത്. കളറ് മാച്ചായിട്ടില്ലെങ്കിൽ ലിഡ് നല്ല ഫിറ്റ് ആയിട്ടുണ്ട്. അടുത്തത് കുറച്ച് പ്ലേറ്റ്സ് ആണ് വാങ്ങിച്ചത്. സിമ്പിൾ ടൈപ്പ് വൈറ്റ് കളറിലെ 4 എണ്ണം വാങ്ങി. ഇത് മൈക്രോവേവ് ആൻഡ് ഡിഷ് വാഷർ സേഫ് ആണ്. അതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് കളർ പ്ലേറ്റും കൂടി വാങ്ങി. ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്ലേറ്റ്സ് ആണ്. അടുത്തത് വാങ്ങിച്ചത് 2 വൈറ്റ് കളറിലെ ബൗൾസ് ആണ്. ഇത് 2 ഷേപ്പിലുള്ളതാണ്. പിന്നെ 3 ചെറിയ ബൗൾസും കൂടി വാങ്ങിച്ചു. 2 വൈറ്റും 1 ബ്ലാക്കും. പിന്നെ വാങ്ങിച്ചത് കുറച്ച് ടീ കപ്സ് ആണ്. സാധാരണ രീതിയിലുള്ളത് വൈറ്റ് കളറിലെയാണ് വാങ്ങിച്ചത്. ലൈറ്റ് വെയിറ്റ് ആണ് ഇതും. ഇതിലത്തെ 6 എണ്ണമാണ് വാങ്ങിച്ചത്. അവിടെ കണ്ടതിൽ വെച്ച് ഇച്ചിരി വെയിറ്റ് കുറഞ്ഞത് ഈ ടൈപ്പ് കപ്സിനായിരുന്നു. ബാക്കിയൊക്കെ കുറച്ച് വെയിറ്റ് ഉള്ളതുപോലെ തോന്നി. ഇതിലത്തെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കപ്സ് കൈകാര്യം ചെയ്യാനായിരിക്കുമല്ലോ കൂടുതലും നല്ലത്. അതുകൊണ്ട് ഇതങ്ങ് വാങ്ങി. അടുത്തത് കുറച്ച് ഫുഡ് ജാർസ് ആണ് വാങ്ങിച്ചത്. ഇത് ലിഡോടുകൂടി തന്നെയാണ് ഉള്ളത്. ഇതിൽ പൾസസ്, റൈസ്, സ്നാക്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇട്ട് വയ്ക്കാൻ പറ്റും. പിന്നെ ഇത് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളതും പെട്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ ഇത് ഫുൾ ഓപ്പൺ ആക്കാതെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ട്. അപ്പം ധാന്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്നതെങ്കിൽ ഈ ഭാഗം ഓപ്പൺ ആക്കിയാൽ എടുക്കാൻ പറ്റും. ഇത് 1.3 ലിറ്ററിൻ്റെ ആണ്. ഇതിലത്തെ 3 എണ്ണമാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ വലുതും വാങ്ങിച്ചു. അത് 2.3 ലിറ്ററിൻ്റെ ആണ്. ഇത് വലിപ്പത്തിന് ഇത്രയും വ്യത്യാസം വരും. സെയിം രീതിയിലുള്ളതാണ് ഇതും. ഇതിൻ്റെ ലിഡിലും ഇങ്ങനെ ഓപ്പണിംഗ് ഉണ്ട്. ഇതിലത്തെ 6 എണ്ണമാണ് വാങ്ങിച്ചത്. ഇത് ഡ്രൈ ഫുഡ് ജാർസ് എന്നാണ് പറയുന്നത്. ഇതിൽ ഡ്രൈ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇടുന്നതായിരിക്കും കൂടുതലും സ്യൂട്ടബിൾ. ഇത് പ്ലാന്റ് പോട്ടാണ്. ഇതിലത്തെ 2 എണ്ണമാണ് വാങ്ങിച്ചത്. ഇത് റൂമിൽ അല്ലെങ്കിൽ ബാൽക്കണിയിലൊക്കെ വെക്കാൻ പറ്റിയ രീതിയിലുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള പോട്ട്. ഇത് ഇൻഡോർ യൂസിനാണ് കൂടുതലും നല്ലതെന്ന് തോന്നുന്നു. ഇതൊരു ബാസ്ക്കറ്റാണ്. സോപ്പൊക്കെ വെക്കാൻ പറ്റിയ ടൈറ്റ് ഗ്രിപ്പുള്ള സെക്ഷൻ കപ്സും ഉണ്ട്. മിറേഴ്സ്, ഗ്ലാസ്, ടൈൽസിലൊക്കെയാണ് ഇത് സ്റ്റിക്ക് ആവുക. 3 kg വരെ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിൽ. ഇത് ടവൽ റാക്കാണ്. ഇതിനും സെക്ഷൻ കപ്പ് ഉണ്ട്. ഇത് എക്സ്റ്റെൻഡബിൾ ആണ്. ആവശ്യത്തിനനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യാം. മറ്റേതുപോലെ തന്നെയാണ് ഇതും. ഫ്ലാറ്റ് സർഫേസസിൽ സ്റ്റിക്ക് ആവും. ലൈക്ക് ഗ്ലാസ്സിൽ, മിറേഴ്സിൽ, ടൈൽസിലൊക്കെ. ഇതും 3 kg വരെ ഹോൾഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് ഇതാണ്. ഇങ്ങനെ അസംബിൾ ചെയ്യാതെയാണ് കിട്ടുന്നത്. ഇത് നേരെ ആക്കിയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഈ ഒരു ക്യാബിനറ്റ്. 2 ഡോറും 1 ഷെൽഫും ആണുള്ളത്. ഇതൊരു പുഷ് ഓപ്പണർ ഡോറാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ ഈ ഡോർ ഓപ്പൺ ആവും. ഇതിനകത്തെ ഷെൽഫ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുള്ളതാണ്.
ഈ ഒരു കാരിയർ ബാഗും അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇതും പ്രൈസ് കൊടുത്ത് വാങ്ങിച്ചതാണ്. ഇത് അത്യാവശ്യം വലിയ ബാഗാണ്. ഇങ്ങനത്തെ ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഷോപ്പിങ്ങിനൊക്കെ ഉപയോഗിക്കാം. ഇതൊക്കെ കൂടാതെ കുറച്ച് ടോയ്സും സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഹോൾ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്